പോസിറ്റിവിറ്റിയാണ് പേളിയുടെയും ഫാമിലിയുടെയും സക്സസ് മന്ത്രം. നടി മറീന കുരിശിങ്കലിൻ്റെ വെളിപ്പെടുത്തലിനു ശേഷം അടുത്തിടെയായി നിരന്തരം പേളിയെയും ശ്രീനിഷിനെയും കുറിച്ച് വിവാദപരമായ കുറിപ്പുകളും വീഡിയോകളും വാർത്തകളുമെല്ലാം പ്രചരിക്കുന്നുണ്ട്. പ്രണയത്തിലാകും മുമ്പുള്ള ഇരുവരുടെ ജീവിതം അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഇരുവരുടെയും കമൻറ്റ് ബോക്സുകളിലും കാണാമായിരുന്നു. പക്ഷേ രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യത്തിൻ്റെ 5ാം വർഷത്തിലെത്തി നിൽക്കുന്ന ഇരുവരും അത്തരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചെവി കൊടുക്കുന്നില്ല. ഇത്രയേറെ നെഗറ്റിവിറ്റി താരദമ്പതികളെക്കുറിച്ച് പ്രചരിച്ചിട്ടും വിട്ടുപോകാതെ അതീവ സ്നേഹം കാണിച്ച് നിൽക്കുന്ന നിരവധി പ്രേക്ഷകർ തങ്ങളുടെ കുടുംബത്തിനുണ്ട് എന്നത് തന്നെയാണ് കാരണം. പേളിയുടെ ഫാമിലി വ്ലോഗുകൾക്കാണ് എന്നും ആരാധകർ. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പേളി പങ്കുവച്ച 12 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വ്ലോഗാണ് ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അടുത്തിടെയാണ് ഇരുവരും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്ന് ഒരു ലക്ഷറി ഫ്ലാറ്റ് സ്വന്തമാക്കിയത്. ശ്രീനിഷിൻ്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് പേളിയും ശ്രീനിഷും നടത്തി. പേളിയുടെ മാതാപിതാക്കളും ആൻറ്റിയും ശ്രീനിഷിൻ്റെ മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു പാലുകാച്ചൽ. അടുത്തിടെ വീടിൻ്റെ ഇൻറ്റീരിയർ പൂർത്തിയായ ശേഷം പേളി ഹോം ടൂർ വീഡിയോ പങ്കിട്ടിരുന്നു. അന്ന് വീഡിയോ കണ്ട് പ്രേക്ഷകരിൽ പലർക്കും ഉണ്ടായിരുന്ന പരാതി വീടിന് സ്പേസ് കുറവാണ് എന്നതായിരുന്നു. കിഡ്സ് റൂമിന് പോലും ആവശ്യമായ വീതിയും നീളവുമില്ലെന്നുമെല്ലാം കമൻറ്റുകളുണ്ടായിരുന്നു. എന്നാൽ ഈ ഫ്ലാറ്റ് സ്ഥിരതാമസത്തിനായി പേളി വാങ്ങിയതല്ലത്രേ. വീക്കെൻഡ് ഹൗസ് എന്ന രീതിക്കാണ് പുതിയ ഫ്ലാറ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും വ്ലോഗിൽ പേളി പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായി ഞങ്ങളെടുത്തൊരു വീടാണ്. ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കും. അതായത് ലീവുള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാനൊരു വീട്. പിന്നെ ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ്. നിങ്ങൾ എത്ര പേർക്ക് അതറിയുമെന്നറിയില്ല. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാനും ശ്രീനിയും ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ പോയി താമസിക്കാറാണ്. അങ്ങനെയൊക്കെയാണ് എഴുതാൻ സമയം കണ്ടെത്താറുള്ളത്. അതെപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല. എ വീക്കെൻഡ് ക്രിയേറ്റീവ് ഹോമായിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് എന്നാണ് പേളി പറഞ്ഞത്. രണ്ടുപേരുടെയും മാതാപിതാക്കൾക്കും വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു. പേളിയുടെ പിതാവ് മാണിയും ശ്രീനിഷിൻ്റെ മാതാപിതാക്കളും ആദ്യമായാണ് ഇരുവരുടെയും പുതിയ ഫ്ലാറ്റ് കാണാനെത്തിയത്. വീടിൻ്റെ പാലുകാച്ചൽ വിശേഷങ്ങൾക്കൊപ്പം തന്നെ പേളിയും ശ്രീനിഷും മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത്. ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട്. പക്ഷേ അതിപ്പോൾ പറയുന്നില്ല. വളരെ സ്പെഷ്യലായ ന്യൂസാണ്. വൈകാതെ നിങ്ങളോട് ഞങ്ങൾ പറയാം. ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വളരെ നേരത്തെയായി പോകും എന്നാണ് ഇരുവരും പറഞ്ഞത്. ഇതോടെ എന്തായിരിക്കും താരദമ്പതികൾക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്നത് സംബന്ധിച്ചുള്ള ആരാധകരുടെ ചർച്ച കമൻറ്റ് ബോക്സിൽ ആരംഭിച്ചു. പേളീഷിന് വീണ്ടും കുഞ്ഞു പിറക്കാൻ പോവുകയാണോ എന്നാണ് ഏറെയും സംശയം പ്രകടിപ്പിച്ച് ചോദിച്ചത്. മറ്റു ചിലർ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണോ ഹാപ്പി ന്യൂസ് എന്നൊക്കെയും ചോദിച്ചിട്ടുണ്ട്. അടുത്തിടെ നടനും ഇരുവരുടെയും സുഹൃത്തുമായ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി 3ാമത് ഗർഭിണിയാകാൻ പോകുകയാണെന്നാണ് അറിഞ്ഞുവെന്നും 3ാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. ആരോ പറഞ്ഞാണ് പേളി വീണ്ടും ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത്. എല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് ആരാധകർ കമൻറ്റ് ബോക്സിൽ പേളിയും ശ്രീനിയും മറച്ചുവെക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച് ചർച്ചയും പ്രവചനങ്ങളും നടത്തുന്നത്.